Hey students, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ബേസിക്സ് അതിൽ വരുന്ന ഡെഫിനിഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയത്. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻസ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് സർവീസ് ലോഡ് കണ്ടീഷൻസ് എലോൺ, കാൽക്കുലേഷൻ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് കണ്ടീഷൻസ് എലോൺ, കാൽക്കുലേഷൻ അറ്റ് വർക്കിംഗ് ലോഡ്സ് ആൻഡ് അൾട്ടിമേറ്റ് ലോഡ്സ്, calculation on earthquake loads. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് ഏതാണ് വരുന്നത്? അതായത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ വർക്കിംഗ് ലോഡ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലോഡ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എന്താണ് വർക്കിംഗ് ലോഡ്സ് സർവീസ് ലോഡ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ നമ്മൾ എന്താണ് അൾട്ടിമേറ്റ് ലോഡ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്, അതായത് സേഫ്റ്റി ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ലോഡ്സിനെയും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലോഡ്സും നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ആൻസർ സി, ഓപ്ഷൻ സി, കാൽക്കുലേഷൻസ് അറ്റ് വർക്കിംഗ് ലോഡ്സ് ആൻഡ് അൾട്ടിമേറ്റ് ലോഡ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question നോക്കൂ. What is limit state? Acceptable limits for safety and serviceability requirements before failure occurs. Acceptable limits for safety and serviceability requirements after failure occurs. Acceptable limits for safety after failure occurs. Acceptable limits for serviceability after failure occurs. Answer clear ആണ്. നമ്മൾ ഏതാണ്? സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ acceptable limits for safety and serviceability requirements before failure occurs ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, next question. Which of the following format is used in limit state method? Single safety factor, multiple safety factor, load factor and mean factor. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ മൾട്ടിപ്പിൾ സേഫ്റ്റി ഫാക്ടർ ടു ഗെറ്റ് അഡിക്വേറ്റ് സ്ട്രെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, മൾട്ടിപ്പിൾ സേഫ്റ്റി ഫാക്ടർ. Next question. Which of the following factors is included in the limit state strength? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ഫെയിലുവർ ബൈ എക്സസീവ് ഡിഫോർമേഷൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. Which of the following factors is included in the limit state of serviceability? അപ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൻ്റെ കേസിൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, സ്ട്രെങ്ത് അതുപോലെ തന്നെ ലോഡ് ഫാക്ടേഴ്സ് ഒക്കെയാണ് വരുന്നത്. സർവീസബിലിറ്റിയുടെ കേസിൽ ഏതൊക്കെയാണ്? ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ക്രാക്കിങ്ങും ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതായിട്ടാണ് വരിക? ഓപ്ഷൻ ഡി, ഡിഫോർമേഷൻ ആൻഡ് ഡിഫ്ലക്ഷൻ adversely affecting appearance or effective use of structure. യൂസ് ഓഫ് സ്ട്രക്ചറിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. What is permanent action according to classification of actions by IS code? Okay, permanent action ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കൂ. ഡ്യൂ ടു സെൽഫ് വെയിറ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് സർവീസ് സ്റ്റേജ് ലോഡ്സ്, ആക്സിഡൻസ്, ഡ്യൂ ടു എർത്ത്ക്വേക്ക് ലോഡ്സ്. അപ്പോൾ ഇതിൽ പെർമനൻറ്റ് ആക്ഷൻ ഏതായിരിക്കും? ഡ്യൂ ടു സെൽഫ് വെയിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ, ഡ്യൂ ടു സെൽഫ് വെയിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. What is variable action according to classification of actions by IS code? അപ്പോൾ വേരിയബിൾ ആക്ഷൻസ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ആൻഡ് സർവീസ് സ്റ്റേജ് ലോഡ്സ് ആണ് വരുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയസ് ലോഡ് കോമ്പിനേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ കൂടുതൽ ലോഡ് വരും എന്നുള്ളൊരു അസംഷൻ എടുത്തിട്ട് അതിൽ കൂടുതൽ ലോഡിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്ര ലോഡ് കിട്ടി, പക്ഷെ അതിൽ കൂടുതൽ ലോഡ് വരും എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കുന്നത് എന്താണ്, അതിലേക്ക് എന്ത് ചെയ്യുന്നു, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കൂ, ഡിസൈൻ ലോഡ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് അല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് പ്ലസ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. പ്ലസ് അല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അതുമല്ല. നെക്സ്റ്റ് വൺ ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത്തുമായിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ കേസിലാണ്. മെറ്റീരിയൽസിന് നമുക്കൊരു സ്ട്രെങ്ത്ത് കിട്ടി, അതായത് നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്തു, അതിന് 28 ഡേയ്സിൽ നമുക്കൊരു സ്ട്രെങ്ത്ത് കിട്ടി. പക്ഷെ നമ്മളെന്താണ്, അതിൽ കുറവാണ് സ്ട്രെങ്ത്ത് എന്ന് ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസൈൻ സ്ട്രെങ്ത്ത് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, which of the following criteria is to be satisfied in selection of member in the limit state method? Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, factored load less than or equal to factored strength ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, the partial factor for safety for resistance governed by yielding is. Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1.1 ആണ്. ഓക്കെ. Next question, the partial factor of safety for resistance governed by ultimate strength. And answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1.25 ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ ഏതൊക്കെയാണ്, ഷിയർ, ഫ്ലെക്ചർ, ടോർഷൻ, കംപ്രഷൻ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ അല്ല, അതായത് ഇതിലല്ലാത്ത ഏതാണ് വരുന്നത്, പ്രിമേച്ചർ ക്രാക്കിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, പ്രിമേച്ചർ ക്രാക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not considered in limit state of serviceability? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെയാണ്, ക്രാക്കിങ്ങും ഡിഫ്ലക്ഷനും ആണ്. ഓക്കെ, ഡ്യൂ ടു വൈബ്രേഷൻ എന്തുണ്ടാവും, ക്രാക്കിംഗ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആൻസർ ആയിട്ട് ഇതിലല്ലാത്ത ഏതാണ്, കംപ്രഷൻ, എക്സസീവ് കംപ്രഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, എക്സസീവ് കംപ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഡിനോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഏത് ടേമാണ് യൂസ് ചെയ്യുന്നത്, FCK ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി FCK. What is the value of partial safety factor for steel in assessing the strength of a structure? സ്റ്റീലിന് നമ്മൾ എത്ര എടുക്കാമെന്ന് പറഞ്ഞു, 1.15 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റീലിന് എടുക്കുക. എന്തിലാണ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് നമ്മൾ എത്ര എടുക്കുക, 1.5 ആണ് എടുക്കുക. ഓക്കെ, സർവീസബിലിറ്റിയിൽ കോൺക്രീറ്റിനും സ്റ്റീലിനും എത്ര എടുക്കുക, 1 ആണ് എടുക്കുക. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് സ്ട്രക്ചർ, ഓക്കെ, സ്ട്രെങ്ത് ഓഫ് സ്ട്രക്ചറിൽ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ എന്താണ്, കൊളാപ്സ് ആണ് എടുക്കുക. സോ ഓപ്ഷൻ സി 1.15 ആണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് MCQs ഒക്കെ ഡിസ്കസ് ചെയ്തും ക്ലാസ് എടുത്തൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. RCC എന്ന് പറയുമ്പോൾ ശരിക്കും ആർക്കും അങ്ങനെ പഠിക്കാൻ താല്പര്യമൊന്നും ഇല്ലാത്തൊരു ഉറക്കം വരുന്ന ടോപ്പിക്കാണ് തോന്നുന്നു. പക്ഷേ എന്താ
കോൺസെപ്റ്റും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് RCC. ഓക്കെ, അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.